ഹോസ്തൃക് മാരിയമ്മ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിക്കുന്ന രാജഗോപുരത്തിന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അർച്ചകൻ സുബ്രഹ്മണ്യ അടിക കട്ടിള വെച്ചു. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും പവിത്രമായിരിക്കണമെന്ന് അടിക അനുഗ്രഹ ഭാഷണത്തിൽ പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. പുതിയ കോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും മുത്തുക്കുടകളുടെയും കലശങ്ങളുടെയും അകമ്പടിയോടെയാണ് മഹനീയ സാന്നിധ്യമായി എത്തിയ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അർച്ചകൻ സുബ്രഹ്മണ്യ അടികയെ സ്വീകരിച്ച് അറിയിച്ചത്. ക്ഷേത്രാങ്കണത്തിലെത്തിയതോടെ തന്ത്രി പരമേശ്വരൻ വാരിക്കാട്ടുതായരും മേൽശാന്തി പുതുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും ചേർന്ന് പൂർണ്ണ കുംഭം നൽകി അടികയെ വരവേറ്റു. തുടർന്ന് ക്ഷേത്രദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം നവരത്നങ്ങളും സ്വർണവും നിക്ഷേപിച്ച് രാജഗോപുരത്തിനുള്ള കട്ടിളവയ്ക്കൽ കർമ്മം നിർവഹിച്ചത്. ഈശ്വരൻ അവനവന്റെ ഉള്ളിൽ തന്നെയുണ്ടെന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളും പ്രവൃത്തിയും പവിത്രമായിരിക്കണമെന്നും മലയാളത്തിലും കന്നഡയിലുമായി നടത്തിയ അനുഗ്രഹ ഭാഷണത്തിൽ സുബ്രഹ്മണ്യ അടിക പറഞ്ഞു. ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി നാടിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അതിനു വേണ്ടിയ എല്ലാ സാമ്പത്തിക വിഷയങ്ങളും ആ ദേവി ശരിയാക്കി തന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദേവിനെ രാജഗോപുരത്തോടു കൂടി കാണുന്ന ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഒരു സന്ദർഭം അത് തീർച്ചയായിട്ട് വളരെ ലളിതമായിട്ട് ആവുമെന്ന് എനിക്ക് ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിൽ വന്നു. എന്തിനെന്നാൽ വരുമ്പോൾ മഴയാണ്. ഭഗവാൻ നമ്മളെല്ലാം ശുദ്ധമാക്കാൻ, ബാഹ്യമായിട്ടും ആന്തരംഗികമായിട്ടും ശുദ്ധമാക്കാൻ ഒരു പ്രാകൃതികമായിട്ട് നമുക്ക് ഒരു കിണറിന് വെള്ളം എടുത്തിട്ട് ശുദ്ധമാക്കാം, ഒരു കരയിൽ മുങ്ങിക്കൊഴിക്കാം. അതെന്തായാലും ശുദ്ധിയുടെ ഒരു പ്രാകൃതികം എന്താണെന്ന് ചോദിച്ചാൽ അത് മഴയാണ്. അപ്പോൾ അതൊരു അത്ര നല്ല ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ ആ സ്വർണം പിന്നെ നവരത്നങ്ങൾ വയ്ക്കുമ്പോൾ ആ മഴ നീങ്ങും. അപ്പോൾ അത്ര ഒരു നല്ല ഒരു സമയം നിങ്ങളെല്ലാവരുടെയും ഒരു പങ്കാളിത്തം ഈ ഒരു മഹത് കാര്യത്തിൽ ഉണ്ടാവട്ടെ. തന്ത്രി പരമേശ്വരൻ വാരിക്കാട്ടുതായർ, നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ വിവേക് സുധാകരൻ, സെക്രട്ടറി ടി പി ഗംഗാധരൻ എന്നിവരും സംസാരിച്ചു. 1.5 കോടി രൂപയുടെ മതിപ്പ് ചെലവിലാണ് മാരിയമ്മൻ ക്ഷേത്രത്തിൽ ഗോപുരം, ചുറ്റുമതിൽ, നടപ്പന്തൽ എന്നിവ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിൽ ചുറ്റുമതിൽ ഭൂരിഭാഗവും പൂർത്തിയായി. പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിക്കുന്ന ഗോപുരത്തിന്റെ അധിഷ്ഠാനവും സ്ഥാപിച്ചു. കാർക്കള, മുരുടേശ്വർ എന്നിവിടങ്ങളിലാണ് ഗോപുരം പണി നടക്കുന്നത്. ഇതോടൊപ്പം നാലമ്പലത്തിനു പുറത്ത് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ മുഴുവനായി കരിങ്കൽ പാളി പതിക്കുന്ന പ്രവൃത്തിയും ഉൾപ്പെടുന്നു. ചടങ്ങിന് ശേഷം അന്നദാനവും ഉണ്ടായിരുന്നു. 6 മാസത്തിനകം പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്ന് നവീകരണ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.